ആ എത്തി എത്തി. മേജർ മാമ, പോലീസ്. അയ്യോ പോലീസ്. പോലീസിനെ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോഴും പേടിയാണോ? പേടിയൊന്നുമില്ല, എന്നാലും നമ്മുടെ മേജർ മാമൻ പട്ടാളമല്ലേ, പട്ടാളം പോലീസിനെ പേടിക്കൂ? സർ, സാർമാര് വന്നിട്ട് സമയം ഒരുപാടായി. വരൂ. ഔസേപ്പേ, സാറിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രത്യേക സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. ജട കൊഴിഞ്ഞ പട്ടാളക്കാരനെ കൊണ്ട് പോലീസിന് എന്ത് പ്രയോജനം? ഈ കൈലാസം മാത്രം പോരെ, ആരുമില്ലാത്ത കുട്ടികൾക്ക് അഭയം കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ? അതും സ്വന്തം ചെലവിൽ. അത് വലിയൊരു മനസ്സല്ലേ. ചോദിക്കാൻ വന്ന സഹായം? തടസ്സമൊന്നും പറയരുത്. ഒരു കുട്ടിയെ കൂടി ഇവിടെ പാർപ്പിക്കണം. അതിനിവിടെ സ്ഥലം പോരല്ലോ. ഈ 4 ഭൂതത്താന്മാർക്ക് കഷ്ടിച്ച് കിടക്കാനുള്ള ഒറ്റ മുറിയേ ഉള്ളൂ. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു എമർജൻസിയാണ്, സഹായിച്ചേ പറ്റൂ. പിന്നെ സ്ഥിരമായിട്ടല്ല, ഒരാഴ്ചത്തേക്ക് മതി. ഓഹോ, ഒരാഴ്ചത്തേക്കാണെങ്കിൽ നാളെ സ്ഥലം ശരിയാക്കാൻ പറ്റുമോ നോക്കാം. അത് പറ്റില്ല. ഇന്ന് രാത്രി തന്നെ കുട്ടിയെ ഏൽക്കണം. ഇന്ന് രാത്രി കുട്ടി നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കട്ടെ, അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, കുറച്ച് പ്രഷറുമുണ്ട് മോളീന്ന്. റോയി, സാബു, നിങ്ങളിങ്ങ് വാ. ഇന്ന് രാത്രി പുതിയ ഒരാൾ കൂടി നിങ്ങൾക്കൊപ്പം വരികയാണ്. ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ, റെഡിയല്ലേ? റെഡി. ആ, ഔസേപ്പേ, സ്റ്റോർ തുറന്ന് ബെഡ്ഷീറ്റും തലേണയും എടുക്കണം. ശരി. പിന്നെ കട്ടിലൊക്കെ ഒന്ന് അകറ്റി ഒരു കട്ടിലുകൂടി ഇടാനുള്ള സ്ഥലം ഉണ്ടാക്കും. ശരി സാർ. ഇൻസ്പെക്ടർ സാർ പുതിയ ആളെ ഇപ്പൊ അയക്കും. സാർ, ഇദ്ദേഹം കൂടി അവിടം വരെ ഒന്ന് വരണം. ഇതൊരു പ്രോബ്ലം കേസാണെന്ന് തോന്നുന്നല്ലോ. വരുന്ന പുള്ളി ഇവന്മാരെ കൂടെ വഷളാക്കുവോ? അങ്ങനത്തെ കേസല്ല, ഞാനെല്ലാം പറയാം. ഇവിടെ ഇനി ആരെയും കയറ്റാൻ പറ്റത്തില്ല. മുറിയിൽ ഇനി സ്ഥലം എവിടെ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേജർ മാമൻ എസ്ഐയോട് സമ്മതിച്ചതല്ലേ, നമ്മൾ സമ്മതിച്ചതല്ലേ. നമുക്ക് സമരം ചെയ്താലോ? നിനക്ക് സമരം ചെയ്ത് കൊതി തീർന്നില്ലേ? ആഹാരത്തിന്റെ നിലവാരം നന്നാക്കാൻ നമ്മൾ നടത്തിയ സമരം മറന്നുപോയോ? അതൊരു വൻ വിജയമായിരുന്നല്ലോ. ഇനി ഒരുത്തിനെ എവിടെ കിടത്തും? കഴിഞ്ഞ വർഷം വന്ന കുട്ടിയെ നമ്മൾ പേടിപ്പിച്ചോടിച്ചില്ലേ? ആ വേല തന്നെ എടുക്കാം, ഇവനും ഓടും. നിങ്ങൾ എന്തിരിപ്പാ ഇത്? മേജർ ഇപ്പം ആ ചെക്കനെയും കൂട്ടി ഇങ്ങോ വരും. ദേ കിടക്കണോ തടിയൻ, കുഴിമടിയൻ. ഈ 2 കട്ടിലൊന്ന് അകറ്റിയിട്. പിടിക്കട സാബു. ഔസേപ്പച്ച, അതിനിവിടെ പുതിയ കട്ടിലുണ്ടോ? അതൊക്കെ വരും. സാബു വാടാ. വാടാ കുട്ട. ആ ഇത് ശരിയാവൂല. ഐഡിയ. ഒന്ന് പതുക്കെ പോടെ സാബു, ഞാൻ നിന്റെ പ്രായമല്ലല്ലോ.
ഷീറ്റ് ചുളുക്കാതെ. ഓഹോ, ഇതാണ് വേല. രണ്ട് ബെഞ്ച് സമം ഒരു കട്ടില്. ആ മതി മതി. ഫാൻ കിട്ടുന്നുണ്ട്. കുട്ടാ, കട്ടിലേണ്ടാ നീ ഉറങ്ങും. മണി 10 അവിടെ കിടന്നുറങ്ങാതെ. കുട്ടാ എനിക്ക് രാജകുമാരന് കിടക്ക ഒരുങ്ങി. ഔസേപ്പച്ചോ, ഈ വരുന്ന പാർട്ടി ഏതാ? എസ് എ വല്ല ക്ലൂ തന്നോ? അങ്ങനൊന്നും പറഞ്ഞില്ല. പൈസ പാർട്ടിയാന്നാ തോന്നണ്. അതാണ് എസ് എക്ക് ഇത്ര താല്പര്യം. അനാഥാലയത്തിൽ കുട്ടി എത്തിക്കുന്നതിന് ആരെങ്കിലും കാശ് കൊടുക്കുമോ? അയ്യോ, നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. ഇപ്പൊ തന്തിയും തള്ളി അടിച്ചു പിരിഞ്ഞ ഒരാള് കൊച്ചിനെ കൊണ്ട് അങ്ങ് പോവും. ഇത് അങ്ങനെ വല്ല കേസായിരിക്കും? ഇവിടെ ഇതൊക്കെ നടക്കുമ്പോഴും കുട്ടീൻ്റെ സുഖ ഉറക്കം. അവൻ ഉറങ്ങട്ടെ. ഉറക്കം കുറഞ്ഞ അവന് ഫിക്സ് വരുവാടാ. ഈ വരാൻ പോണ ചെക്കൻ ഒരു കുഴഞ്ഞ കേസാണെന്ന് ഉറപ്പ്. വല്ല പോക്കറ്റടിക്കാരനും മരിക്കുമോ? സൂക്ഷിക്കണം. ശരിയാണ്, നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കയ്യിൽ നിധി ഇരിക്കല്ലേ, നിധി. വല്ല കഞ്ചാവ് കേസും ആയിരിക്കും. ഇതെന്തായാലും അലമ്പാവും, അത് ഉറപ്പ്. നീ അലമ്പാക്കാതിരുന്നാ മതി. അയ്യോ, സാറ് വന്നു. സാബു, ആ ലൈറ്റ് അണിച്ചേക്കടാ. ഉം. This is your bed. Is it okay? Yeah. Not like hotel bed. Toilet is there. You must be very tired. अच्छा, सो जाओ. कल मिलेंगे. കള്ളന്മാരെ, നീ ഒന്നും ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. എണീക്ക് 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 എണീക്ക്. ഇതാണ് നിങ്ങളുടെ പുതിയ കൂട്ടുകാരൻ രോഹിത് ഫ്രം പൂനെ. രോഹിത്തിന് ഇംഗ്ലീഷും ഹിന്ദിയും അറിയാം. നിങ്ങൾക്കാണെങ്കിൽ ഇത് രണ്ടും വശമില്ലല്ലോ. സാബുവിനറിയാം ഇംഗ്ലീഷ് പറയാൻ. അത് ശരിയാണല്ലോ, നീ ഒരു വായനക്കാരനല്ലേ. This Sabu knows English. He will be your interpreter. സാബു, നീയാണ് ഇനി മുതൽ ഇവിടുത്തെ ദ്വിഭാഷി. He is Keshu. That fellow is Roy. And he is Kutan. He sleeps early. ഇനി ഉറങ്ങിക്കോ. മണി 11 കഴിഞ്ഞു. ഇയാൾക്ക് വല്ല സഹായവും വേണമെങ്കിൽ ഞങ്ങളേറ്റു. ആ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. എടാ സാബു, കേശു, ഇവനോട് നമ്മളെങ്ങനെ വർത്തമാനം പറയും? ഗ്രാമർ ഒന്നും നോക്കണ്ട, അറിയാന്നുള്ള ഇംഗ്ലീഷ് വെച്ച് കാച്ചണം. ടാ സാബു, റോയുടെ ഇംഗ്ലീഷ് കേട്ടാൽ വന്നവൻ ഇന്ന് രാത്രി എന്നെ മതിലിൽ ചാടി സ്ഥലം വിടും. ഓ, നീ പിന്നെ സായിപ്പല്ലേ. നമ്മളൊക്കെ ഇംഗ്ലീഷിൽ വർത്തമാനം പറയുന്ന കേട്ടാൽ കുട്ടന് ഫിക്സ് വരുമെന്നാണ് എന്റെ പേടി.
അല്ലടാ സാബു, ഇവൻ പൂനെന്ന് ഇവിടെ എങ്ങനെ എത്തി? പോലീസ് ഇടപെട്ടെങ്കിൽ അതിന്റെ പിന്നിൽ തരികിട കാണാതിരിക്കുമോ? നാളെ കൂടുതൽ വിവരം കിട്ടും. അവൻ പറയുന്നത് മുഴുവനും നിനക്ക് മനസ്സിലാവുമോ? നോക്കാം. There is a guardian angel for every one of us. The angel knows in advance what is going to happen. We can't see our guardian angel, but we can listen to that voice. If you listen to your guardian angel, no danger can happen to us. The angel will take care of all of us. ഈ കൊച്ചിനുള്ള ചെലവിന്റെ കാശ് പോലീസുകാർ തരുമോ അതോ കയ്യിൽ നിന്ന് പോവോ? എന്റെ തങ്കമണി, നീ ഈ പണമൊന്നും മാത്രം ചിന്തിക്കാതെ. പെൻഷൻ കിട്ടുന്ന പൈസ മുഴുവൻ ഈ 4 കൊരങ്ങന്മാർക്ക് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാ ദാ ഇനി ഒരുത്തനെ കൂടി. ഈ വന്നിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, വലിയ ധനികന്റെ മകനാ. ഓ പിന്നെ അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായി പോയി. അയ്യോ പാവം. അയാളൊരു വ്യവസായിയാണെന്ന് തോന്നുന്നു. കുട്ടിയുടെ അമ്മയില്ലേ കൂടെ? ആ, അതല്ലേ പ്രശ്നം. അമേരിക്കയിലാ രോഹിത്തിന്റെ അമ്മ. ആ അപ്പൊ മുടക്കിയ കാശെങ്കിലും കിട്ടും. കിട്ടുമായിരിക്കും ചിലപ്പോ. എട്ട് മണിക്ക് എണീക്കുന്ന ആളെന്താ ഇത്ര നേരത്തെ? ഉണർന്നു പോയി. ഓരോന്ന് ആലോചിച്ചിട്ട് കിടക്കാൻ തോന്നിയില്ല. അല്ല സാബു, പൂനെക്കാര് നമ്മുടെ പഞ്ചനക്ഷത്ര കക്കൂസും കുളിമുറിയും ഉപയോഗിക്കുന്നത് ഓർക്കുമ്പോൾ നല്ല രസം. ഗുഡ് മോർണിംഗ്. സാബു ഇൻസൈഡ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവർ ടോയ്ലറ്റ് നോട്ട് ഗുഡ്. വാ, ഇവിടെ ഇരിക്കി, ഇവിടെ ഇരിക്കി. പൂനെ വാലിക്ക് ഇതോടെ വട്ടാവാനാ സാധ്യത. അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന രംഗം ഇപ്പൊ കാണാം. അവനിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബോധം കേട്ടോ. യുവർ സാബു? യെസ്, ദിസ് ഈസ് റോയ്, അവർ ലീഡർ. ഹലോ. ഹലോ. ഡു യു സ്പീക്ക് ഹിന്ദി? നോ ഹിന്ദി, നോ ഇംഗ്ലീഷ്. നിനക്ക് ഇംഗ്ലീഷ് അറിയുന്ന പറയടാ, പറ. I can try English.
but lot of mistakes. രോഹിത്, റോയി, അച്ചിത്തര സോയനാ? അറിയാവുന്ന ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും സംസാരിക്കണം കേട്ടോ. साबू बहुत अच्छी अंग्रेजी बोलता है. നീ കൊള്ളാമല്ലോടാ സാബു. ഏ? രോഹിത് വന്നത് പ്രമാണിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വീട്ടിലാ. 8 മണിക്ക് തന്നെ എല്ലാവരും അങ്ങ് എത്തണം കേട്ടോ. യുവർ വെൽക്കം ബ്രേക്ക്ഫാസ്റ്റ് ഈസ് അറ്റ് മൈ ഹോം at 8 o'clock. ഓക്കെ. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ വലിയ കൃത്യനിഷ്ഠയാണല്ലേ. പ്രത്യേകിച്ച് ബഡാഖാനയാണെങ്കിൽ. രോഹിത്, ദിസ് ഈസ് മൈ യങ്ങർ സിസ്റ്റർ. നമ്മുടെ പലഹാരങ്ങളൊക്കെ ഈ കുഞ്ഞിന് ഇഷ്ടപ്പെടുവോ എന്തോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. തട്ടി വിട്ടോ, എന്നും കിട്ടുകയല്ല. എവറിഡേ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് നോട്ട് ലൈക്ക് ദിസ്. ഇറ്റ്സ് സ്പെഷ്യൽ. എന്നും ഇങ്ങനെയാണെങ്കിൽ രോഹിത് ഇവിടെ തന്നെ നിന്നോട്ടെ. യു ഷുഡ് മീറ്റ് ദെയർ സിസ്റ്റർ. തിങ്കളെ വിളിക്കേ. അവൾ എന്തിനാ മൂലയിൽ പതുങ്ങുന്നത്? തിങ്കൾ മീൻസ് മൺഡേ. വി ഗോട്ട് ഹെർ ഓൺ എ മൺഡേ. റോയ ശനിയാഴ്ചയും കിട്ടിയത്. പോടാ. ഫലിതം കേട്ട് ചിരിക്കാനും പഠിക്കടാ. നിനക്ക് ഹിന്ദി പറയണമെന്നെങ്ങാനും തോന്നുന്നുണ്ടോ? മേജർ മാമ, നമ്മൾ ഹിന്ദിയിൽ പുതിയ വാക്ക് പഠിച്ചു. ആഹാ, കേൾക്കട്ടെ. ബിൽക്കുൽ ടീക് ഹേ. അപ്പൊ തങ്കമണി അമ്മയ്ക്ക് ഇങ്ങനെ ആഹാരം ഉണ്ടാക്കാൻ അറിയാം. രോഹിത്തിനോട് എന്തൊരു സ്നേഹം. അങ്ങനെയെങ്കിലും നമുക്ക് നല്ല ശാപ്പാട് തരപ്പെട്ടില്ലേ? രോഹിത്തിനെ നോക്കുന്നതിന് നല്ല കാശ് കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ തങ്കമണി അമ്മ ഏത്തപ്പഴവും കോഴിമുട്ടയൊന്നും വീട്ടിൽ കയറ്റത്തില്ല. ഈ രോഹിത്ത് എത്ര ദിവസം ഇവിടെ കാണും? അത് ആർക്കും അറിയില്ല. എല്ലാം പോലീസിനെ അറിയൂ. ഇവനും അച്ഛനും കൂടി പൂനെയിൽ നിന്ന് വന്ന് ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. എല്ലാം ഔസേപ്പച്ചന്റെ റിപ്പോർട്ടാണേ. ഒന്നും വ്യക്തമല്ല. എന്തോ തരികിടിയുണ്ട്. ചോദിച്ചു മനസ്സിലാക്കാൻ ഭാഷയും അറിയില്ല.
ഓൾഡ് TV ഡൈഡ്. ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. നൈസ് വാച്ച്. കള്ളക്കടത്തുകാരെ പോലെ ഉണ്ട്. ഹായ് ഹായ് ഹോയ്. ഞാൻ ഹോസ്പിറ്റലിൽ എത്താം. പതുക്കെ പതുക്കെ പതുക്കെ. ചേച്ചി 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 അയ്യോ മോനെ, ഇതെന്ത് പറ്റി? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നീ എവിടെയാ പോയത്? ചേച്ചി സൈക്കിൾ അപ്പക്കുട്ടന്റെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില്ലറ പണിയുണ്ടോ? എന്നാ ഇത് ഇവിടെ വെച്ചോളൂ. അപ്പൊ ശരി. നിനക്ക് എന്ത് പറ്റിയടാ? നീ സൈക്കിളും എടുത്ത് പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓരോന്ന് വരുത്തി വെക്കും. എന്റെ ദൈവമേ, നിന്റെ അച്ഛന് അങ്ങേരുടെ സാറ് ദുബായിന്ന് കൊണ്ടുകൊടുത്ത വാച്ചും കണ്ണാടി നിധി പോലെ സൂക്ഷിച്ചിരുന്ന ഇത് നീ എന്തിനെടുത്തു? അങ്ങേര് നിന്നെ വെച്ചേക്കോ? ഓരോ കുരുത്തക്കേട് കാണിച്ചു കൂട്ടും. എന്താടാ ഇത്? കണ്ടോ അനിയന്റെ പരാക്രമം? ഇവനെ ഇന്ന് അങ്ങേര് ചമ്മന്തിയാക്കും. നിനക്കെന്തിന്റെ കാടാണ്? അച്ഛൻ പൊന്നെ പോലെ സൂക്ഷിച്ചിരുന്നല്ലേ രണ്ടും. കിട്ടുന്ന മേടിച്ചോ? അതെ, പോയത് പോയി. ഇനി തല്ലിയത് കൊണ്ട് എന്ത് കൊല്ലം? വേണ്ട വേണ്ടാന്ന് വെച്ചതും നീ നന്നാവൂല. അവനെ ഒന്നും ചെയ്യല്ലേ. മാറിക്കോട്ടെ.
ഇനിയാണ് തല്ലിയതുകൊണ്ട് എന്ത് ഫലം? വാതിൽ തുറക്ക്. വേണ്ട. അവനൊന്നും ചെയ്യട്ടെ. ഒന്നും ചെയ്യട്ടെ. ഇനി എന്റെ മുമ്പ് കണ്ടുപോരും തന്നെ. എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. Roy is the first boy I got from a juvenile home at Tirunelveli. What about Sabu? His mother died, and his father married again another woman. He is in the railways, but a drunkard. Sabu was abused by his father and his stepmother. His teacher brought him here 4 years ago. മോന് അകത്ത് കയറണമെന്നുണ്ടാവും. വരൂ. Daddy? വാ മോനെ. ഹീസ് ഓൾ റൈറ്റ്. 2 സ്റ്റെൻഡ് ഇട്ടു. ഇപ്പോൾ അപകടഘട്ടം കഴിഞ്ഞു. ദൈവാനുഗ്രഹം. SI വന്നിരുന്നു. കുട്ടിയുടെ അമ്മ വ്യാഴാഴ്ച വരുമത്രേ അമേരിക്കയിൽ നിന്ന്. അതിനു മുമ്പ് പേഷ്യന്റിനെ മുറിയിലേക്ക് മാറ്റും. താങ്ക് യു സിസ്റ്റർ. ശരി. Your father is all right now. You manage the situation. He was all right.
We slept at 11 o'clock. Daddy? Daddy? Dad? Dad? Reception. Please come. Come fast. It's an emergency. ആ വിഡ്ഢി എവിടെ പോയി? I will open. I shall walk. വാ. ഇതാ Rohit, Hi. this is Sunny Joseph, your father's friend. Not only a friend, but business associate. രോഹിത്തിന്റെ അച്ഛൻ
കണ്ണട ഫ്രെയിമിന്റെ നിർമ്മാണ കമ്പനിയുടെ ഉടമയാണ്. ഓ വെരി ഫേമസ് ബ്രാൻഡ്. ഞങ്ങളാണ് ഇവിടുത്തെ ഡീലേഴ്സ്. അറിയില്ലേ? സണ്ണി ജോസഫ് ആൻഡ് സൺസ് ഓപ്റ്റിക്കൽസ്. 18 വർഷമായിട്ടുള്ള ബന്ധാണ്. ഹാർട്ട് അറ്റാക്കിന്റെ കാര്യം ഇന്നാണ് അറിഞ്ഞത്. രോഹിത്തിന്റെ അച്ഛന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. രോഹിത്തിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അവിടെ ഒന്നിനും കുറവില്ല. 2 ചേട്ടന്മാരുണ്ട് കമ്പനിക്ക്. കുട്ടിയെ ഇവിടെ താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. SI ആണ് രോഹിത്തിനെ ഇവിടെ ആക്കിയത്. അദ്ദേഹത്തോട് ചോദിക്കണം. അതൊരു പ്രശ്നമല്ല. DIG ഫ്രാൻസിസ് കോറയോട് പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ. അദ്ദേഹം എന്റെ കസിനാ. എന്തായാലും രോഹിത്തിന്റെ തീരുമാനം അറിയട്ടെ. വാട്ട് ഈസ് യുവർ ഡിസിഷൻ രോഹിത്? ഡു യു വാണ്ട് ടു ഗോ വിത്ത് ഹിം? There are all comforts and 2 boys are there to give you company. So shall we take you back? വരട്ടെ. രോഹിത് ആദ്യം തീരുമാനിക്കട്ടെ. No, no, uncle. I'm comfortable here. Think again, Rohit. It's my responsibility to your father. I'm fine here. Very unfortunate. ആ മോന് എന്ത് ആവശ്യമുണ്ടെങ്കിലും അങ്കിളിനെ വിളിക്കാം. മോൻ വാ. ഓക്കെ മോനെ. Thank you. ടേക്ക് കെയർ. ആന്റി, ഒരുപാട് മുട്ട വന്ന സമയത്ത് അത് വെട്ടണ്ട. പിന്നെ വളർന്ന് കാട് പിടിക്കും. പൂനെയിൽ നിന്ന് വന്ന കുട്ടി ആ കാറിൽ വന്ന ആളുടെ കൂടെ പോവാത്തത് എത്ര നന്നായി. കുടുംബത്തിൽ പിറന്ന കൊച്ചാ. മറ്റേത് കുട്ടിയാണെങ്കിലും വേണ്ടാന്ന് വെക്കോ? മറ്റുള്ളവരെ ആരിങ്ങനെ വിളിക്കാൻ? രോഹിത് അനാഥനല്ലല്ലോ ഞങ്ങളെപ്പോലെ. പണം ഉണ്ടെങ്കിലും 50% അനാഥനാണെന്ന് തോന്നുന്നു. 50% അനാഥനോ? അതെ, അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ 100% അനാഥൻ. അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ 50% അനാഥൻ. ഈ കൊച്ചിന്റെ അമ്മയെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ. അവര് വരുമായിരിക്കും. എന്റെ ട്രാൻസിസ്റ്റർ കണ്ടിരുന്നോ? ഞാൻ ഈ വരാന്തയിൽ വെച്ചിരുന്നു. അതിവിടെ ഉണ്ടായിരുന്നല്ലോ. അത് പിന്നെ എവിടെ പോയി? ഇവിടുന്ന് പുറത്താക്കിയ നന്ദുല്ലേ, അവനിന്ന് നിന്നെ കാണാൻ വന്നല്ലോ. ഞാനവനെ കണ്ടിട്ട് വെറുതെ കള്ളം പറയാതെ. മോഷണമാണ് അവന്റെ തൊഴിൽ. അവന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞതാ. അയ്യോ, എനിക്കറിയില്ല. എനിക്ക് സ്ഥലം അറിയാം, ഏകദേശം. ശരിക്കുള്ള വീട് നിനക്കും അറിയാം. എനിക്കറിയില്ല. ഞാനും അവനുമായി. എനിക്കറിയാം, നിനക്കറിയാമെന്ന്. ഒരു പഴഞ്ചൻ റേഡിയോ കണ്ടില്ലെന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഒരു പുകില്? മേജർ മാമന് അതില്ലാതെ ഉറക്കം വരില്ല. ഇത് കളഞ്ഞിട്ട് പുതിയതൊരെണ്ണം വാങ്ങി വെക്കാൻ പറഞ്ഞ കേൾക്കൂല. ആ റേഡിയോയിൽ നിന്നാണ് ഞാൻ 4-5 പാട്ടുകൾ കേട്ട് പിടിച്ചത്. പഠിച്ച പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം.
വണ്ടി കൃത്യമായി മോഷ്ടാവിന്റെ വീട്ടുപടിക്കൽ ചെന്ന് നിൽക്കുന്നു. വിൽക്കാൻ സൂക്ഷിച്ചിരുന്ന മോഷണ വസ്തു മോഷ്ടാവ് തന്നെ എടുത്തുകൊണ്ടുവരുന്നു. ഇത്ര കൃത്യമായി മോഷ്ടാവിനെ മാമൻ എങ്ങനെ അറിയാം? ആരാ കട്ടത്? സാബു, നിനക്കറിയാം അവനെ. ഇവിടുന്ന് സ്ഥിരമായി പണം മോഷ്ടിച്ചിരുന്ന ആ നന്ദുവില്ലേ? പുറത്താക്കിയ നന്ദു. ആ, ഗേറ്റിനകത്ത് കയറ്റരുതെന്നാണ് തീരുമാനം. അവൻ കൂട്ടുകാരനെ കാണാൻ വന്നത് നിങ്ങൾ അറിഞ്ഞോ? ഇത്രയും കൊള്ളരുതാത്ത ആ നന്ദുവിനോട് നിനക്ക് എന്തിനാണ് ചങ്ങാത്തം? അവൻ ഔസേപ്പച്ചനെ എന്തോ അത്യാവശ്യമായിട്ട് അറിയിക്കാൻ വന്നാണ്, എന്നെ കാണാൻ വന്നല്ല. പക്ഷെ നീ കണ്ടല്ലോ, അവനുമായി വേണ്ട വിധം സമയവും ചെലവിട്ടല്ലോ. റേഡിയോ എടുത്തോന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എടാ, കൊള്ളരുതാത്തവരുമായി കൂടിയാൽ അവരുടെ കുറ്റങ്ങളിൽ നീയും പങ്കാളിയാവും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെക്കുറിച്ച് ഒരുപാട് പരാതികൾ കിട്ടുന്നുണ്ട്. പോട്ടെ പോട്ടെ എന്ന് കരുതും തോറും നീ തോന്നിയാസിയാവുകയാണ്. ഇനിയൊരു തെറ്റ് കണ്ടാൽ ഞാൻ ക്ഷമിക്കില്ല. മേജർ മാമന് സ്നേഹിക്കാനും അറിയാം, ശിക്ഷിക്കാനും അറിയാം. ഇങ്ങനെ ഒരുത്തൻ ഇന്നിവിടെ വന്നിരുന്നോ? നമ്മളാരും കണ്ടില്ല. നമ്മൾ എവിടെ പോയിരുന്നു? എന്തായാലും കലങ്ങി തെളിഞ്ഞല്ലോ. ഡാ, നീ പറഞ്ഞു കൊടുക്കല്ലടാ. നീ എന്തായി കാണിക്കുന്നത്? നിനക്ക് കിട്ടിയൊന്നും പോരെ? മേജർ മാമൻ വഴക്ക് പറഞ്ഞതിന് രോഹിത് എന്ത് വിളിച്ചു? നന്ദു വന്നതും ഞാൻ അവനെ കണ്ടതും ഇവനാണ് പറഞ്ഞു കൊടുത്തത്. അത് സത്യമല്ലേ? പറഞ്ഞ നന്നായില്ലേ? കളഞ്ഞ റേഡിയോ തിരിച്ചു കിട്ടിയില്ലേ? റോയ് വാ. ഇവനിവിടെ എന്ത് കാര്യം? ഇവൻ ആര്? Sabu, tell him that I am not a... സോറി രോഹിത്, സോറി. കേശു, നീ പോയി രോഹിത്തിനെ വിളിക്ക്. ഞാനൊന്ന് കഴിച്ചിട്ട് പൊക്കോട്ടെ, എന്നിട്ട് മതി അവൻ എഴുന്നള്ളിക്കാൻ. മേജർ മാമൻ അറിയണ്ട നീ അവന്റെ കൊങ്ങയൊക്കെ പിടിച്ചത്. Good t-shirt. I have to. Our Keshu sings well. Really? Sing a song, a Malayalam song. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിന് മുത്തം കൊടുക്കുന്ന ത്രികാർത്തിക രാത്രി. Very nice. നിങ്ങൾ രണ്ടുപേരും ഒന്നും കഴിച്ചില്ലല്ലോ. I'm not hungry. Are you upset? Roy's like that. Let us forget that. How did Keshu reach here? His parents committed suicide. Why? I think because of debt and ban loan. How sad. And what about Kutan? He was left there at the gate as a baby.
सूरज है तू, ओ मेरी आँखों का तारा है तू, चंदा है तू, मेरा सूरज है तू, ओ मेरी आँखों का तारा है तू, जीती हूँ मैं बस तुझे देख के। പാട്ട് മാത്രമല്ല ഡാൻസും ഉണ്ടല്ലോ. ആഹാ, ഇതിന്റെ അർത്ഥം അറിയാമോ? ഒരമ്മ മകനെക്കുറിച്ച് പാടുന്നതാണ്. നീയാണെന്റെ ചന്ദ്രൻ, നീയാണെന്റെ സൂര്യൻ, നീയാണെന്റെ കണ്ണിൻ നക്ഷത്രം. ഇനി ഡാൻസ് ചെയ്യാൻ എളുപ്പമാവും അല്ലേ? अच्छी तरह गाना गाती है. Any news from hospital? हाँ, तुम्हारा डैडी ठीक हो गया. 2 दिन के अंदर डिस्चार्ज करेगा. ഈ കൊച്ചിന്റെ അമ്മ വന്നില്ലേ? From hospital he will go to the hotel. Then I can go back to him. बिल्कुल. But your mother has to come. ദാ മോനെ. Thank you, uncle. ആ, വരൂ. നിങ്ങളുടെ ബാഗുകളെല്ലാം എടുത്ത് കട്ടിലിൽ വെക്ക്. സാറുമാര് പരിശോധിക്കട്ടെ. സ്കൂൾ അടച്ചതിന്റെ പിറ്റേന്ന് കോളനി വൃത്തിയാക്കാൻ നിങ്ങൾ ആരൊക്കെ പോയി? കുട്ടനൊഴികെ ഞങ്ങൾ 3 പേരും പോയി. ഞങ്ങൾ 3 ദിവസം. ഞാൻ 4 ദിവസം. അന്ന് അവിടെ നിന്ന് ആരുടെയോ വിലപിടിപ്പുള്ള വാച്ച് കളവ് പോയി. ഇവിടെയെങ്ങുമില്ല. ഇവരെടുത്തെങ്കിൽ ഈ മുറിയിൽ തന്നെ കാണും. പുറത്തെങ്ങും പോകാറില്ല ഇവർ. സൂക്ഷിക്കാൻ വേറെ സ്ഥലവുമില്ല. He is our guest from Pune. ആ ബാഗൊക്കെ എടുത്ത് താഴെ വെച്ചോ. അനാഥരാണെന്നേ ഉള്ളൂ, കള്ളന്മാരല്ലേ കുട്ടികൾ. സോറി മേജർ. വാച്ച് അപ്പാൻ വന്നവർ നിന്റെ ബാഗിൽ നിന്ന് വല്ലതും അടിച്ചോണ്ട് പോയോ? കൊണ്ടുപോയിരിക്കും. ബി നിലവറല്ലേ ഇവന്റെ പെട്ടി. നീ എന്തായി നോക്കുന്നേ? ഒന്നുമില്ല.
വാച്ചന്വേഷിച്ചു വന്നവർ പോലീസിനെ അറിയിച്ചിരിക്കും. ഇനി പോലീസും വരും നമ്മുടെ പെട്ടികൾ പരിശോധിക്കാൻ. വരട്ടെ, നമ്മുടെ ഒന്നുമില്ലല്ലോ. ആ കുട്ടിയുടെ അമ്മ അമേരിക്കയിലായിരുന്നു. മൂത്ത മകൾ അവിടെ പഠിക്കുകയാണ്. നാളെ വൈകിട്ട് 4 മണിക്കുള്ള ഫ്ലൈറ്റിൽ ബോംബെയിൽ നിന്ന് ഇവിടെ എത്തും. അത് നന്നായി. രോഹിത്തിന്റെ അച്ഛനെ നാളെ ഡിസ്ചാർജ് ചെയ്യുകയാണല്ലോ. അടുത്ത മാസം മടങ്ങാനായിരുന്നു ആ സ്ത്രീയുടെ പരിപാടി. പിന്നെ ടിക്കറ്റൊക്കെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടിയത്രേ. ഓ, ആ ഹോട്ടൽ മാനേജരാണ് അവരോട് സംസാരിക്കുന്നത്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ നല്ല രസത്തിലല്ലെന്നും പറയുന്നുണ്ട്. പണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ലല്ലോ. കറക്റ്റ്. ഞാൻ പറയാൻ വിട്ടുപോയി. രോഹിത്തിന്റെ അച്ഛന്റെ സ്നേഹിതൻ, ഒരു ബിസിനസ്സുകാരൻ, എന്താ പേര്? മിസ്റ്റർ സണ്ണി. സണ്ണി ജോസഫ്? യെസ്, സണ്ണി ജോസഫ് ഇവിടെ വന്നിരുന്നു രോഹിത്തിനെ അയാളുടെ വീട്ടിൽ പാർപ്പിക്കാൻ. കേൾക്കട്ടെ, വന്നിട്ട്? ഞാൻ കുട്ടിയെ അയക്കില്ലായിരുന്നു, എങ്കിലും ഞാനത് പറഞ്ഞില്ല. രോഹിത്തിന് വിട്ടുകൊടുത്തു തീരുമാനം. എന്നിട്ട് രോഹിത് പറഞ്ഞു വരുന്നില്ല എന്ന്. നന്നായി. അയാൾ ശരിക്കും ഒരു ക്രിമിനൽ തന്നെ. അപ്പോൾ അയാൾ രോഹിത്തിന്റെ അച്ഛന്റെ സ്നേഹിതനല്ലേ? ഏതോ DIGയുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ സണ്ണി ജോസഫും അനിയൻ ബെന്നി ജോസഫും ചേർന്ന് രോഹിതിന്റെ അച്ഛനെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് എത്രയാണെന്നറിയാമോ? 5 കോടി. ചെന്നൈയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും കണ്ണാടിക്കട തുടങ്ങാൻ കൈപ്പറ്റിയ തുക മുഴുവൻ അനിയനും ചേട്ടനും കൂടെ അടിച്ചു മാറ്റി. അയാളെ കണ്ടാൽ തോന്നില്ല. അത് പിന്നെ അങ്ങനല്ലേ, കോട്ടും ടൈയും ഇട്ട് വലിയ കാറിൽ നടക്കുന്നവരൊക്കെ പുണ്യവാളന്മാരാന്നു. സണ്ണി ജോസഫ് ലക്ഷണമൊത്ത ഫ്രോഡല്ലേ. വിശ്വാസവഞ്ചനയ്ക്ക് FIR ഇട്ടു. മിക്കവാറും ഉടനെ അറസ്റ്റ് ചെയ്യും. കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ വന്നതാ അല്ലേ, വിലപേശാൻ? അതെ, മേജറിൻ്റെ അടുത്ത് കുട്ടി സുരക്ഷിതനായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ കുട്ടിയെ നാളെ 4 മണിയോടെ ഹോട്ടൽ ഇന്റർനാഷണലിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ എത്തിക്കണം. ഞാൻ വണ്ടി അയക്കാം. ഹേയ്, ഡോണ്ട് ബോദർ, ഞാൻ ഹോട്ടലിൽ എത്തിക്കാം. ഓക്കെ സാർ, ഞാൻ ഹോട്ടലിലെത്താം. ഓക്കെ. Rohit, your sufferings are over. You will be going back to Pune. പിന്നെ തിരികെ പോയാലും എപ്പോഴെങ്കിലും കൈലാസത്തെ ഓർമ്മിക്കണം. ഒന്ന് പറഞ്ഞു കൊടുക്ക്. वो कहती है अपना कैलाश याद रखना. ഹമേഷ യാദ് രഖൂംഗ. ഞാനൊരു ഹിന്ദി പാട്ട് പാടിക്കോട്ടെ? പാടണമെന്ന് തോന്നിയാൽ പാടണം. രോഹിത്, she wants to sing a Hindi song for you. चंदा है तू, मेरा सूरज है तू, ओ मेरी आंखों का तारा है तू. चंदा है तू, मेरा सूरज है तू, ओ मेरी आंखों का तारा है तू. इतने അറിയോ? ആ പോലീസ് ഇൻസ്പെക്ടർ പണത്തെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതും കൈനഷ്ടം തന്നെ. ഇതൊക്കെ ലാഭവും നഷ്ടവും നോക്കിയിട്ടാണോ? എന്നാലും ഇത് നമ്മളെ പറ്റിച്ചതുപോലെ ആയില്ലേ? രോഹിത്തിനെ നമ്മൾ സ്വയം ഏറ്റെടുത്തതല്ലോ. 4-5 ദിവസം ഒരു കൊച്ചുകുട്ടിയെ നോക്കിയതിന് എത്ര ചെലവാകാനാ? 4 ഭൂതത്താന്മാരെ നോക്കാനോ ആരും 10 പൈസ തരുന്നില്ലല്ലോ. അപ്പോഴാണ് ചിലവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ? അതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. സ്വന്തം മക്കൾക്ക് വേണ്ടി ചിലവിട്ടാൽ നമ്മൾ കണക്ക് പറയുമോ? എനിക്കും മക്കളില്ല, നിനക്കുമില്ല. ആ പോലീസ് ജീപ്പ് വന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്താണ് നിനക്ക് ആദ്യം കയറിയോ? എനിക്കെന്തിനു പേടി? അല്ല, നീ പൊതുവരി തരികടയാണല്ലോ.
പിന്നെ ആ പൂനക്കാരൻ ചക്കൻ നാളെ പോവാണല്ലോ, അതറിയിക്കാനാ പോലീസുകാരൻ വന്നത്. ഹാവു ഈ ശല്യം ഒഴിയും. ഈ പൊട്ട ഹിന്ദി ഇംഗ്ലീഷൊക്കെ കേട്ട് മടുത്തു. നീ ആ കൊച്ചന്റെ കൊങ്ങക്ക് കയറി പിടിച്ചെന്ന് കേട്ടല്ലോ. നുണയനാവൻ രണ്ട് നല്ലത് പൊട്ടിക്കാൻ തുടങ്ങിയതാണ്. എന്തായാലും നാളെ കൊണ്ട് ഒഴിയുമല്ലോ. നീ അറിഞ്ഞോ രോഹിത് നാളെ പോവെന്ന്? പോകട്ടെ, അവന്റെ അമ്മ വരുന്നെന്ന്. വരട്ടെ. അവൻ തലതിരിഞ്ഞു നിൽക്കുന്ന ദിവസമാ. ये क्या है? स्क्रू ड्राइवर. ഏത് പുതിയ സാധനവും കുട്ടൻ കേടാക്കി തരും. കേടാക്കിയ സാധനം ചിലപ്പോ ശരിയാക്കിയും തരും. ഇവനെന്തു പറ്റി? ആ ഹിന്ദിക്കാരൻ നാളെ പോയാ ഇനി ഇങ്ങോട്ടൊന്നും വരില്ലല്ലേ? നീ നല്ലൊരു ഹിന്ദി പാട്ട് പാടി കേൾപ്പിച്ചല്ലോ. അങ്കിൾ എനിക്ക് പാട്ടിന്റെ അർത്ഥം പറഞ്ഞെന്നുണ്ടല്ലേ? സാറിന് മനസ്സിലായില്ലേ ഈ കുട്ടിയെ? ഇത് നമ്മുടെ മാളുമല്ലേ? നീ അങ്ങ് വലിയ ആളായി പോയല്ലോ. തങ്കമണി, തങ്കമണി, ദേ ഇത് ആരാണെന്ന് നോക്കിയേ. ആ മാളു. തിരുവനന്തപുരത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇവൾക്ക് നിർബന്ധം ഇവിടെ വരണമെന്ന്. ഇവിടെ വരുമ്പോ ഇവക്ക് കഷ്ടി 5 വയസ്സ് കാണും. രോഹിതിനെ പോലെ മാളുവും ഇവിടെ കുറച്ച് ദിവസം താമസിച്ചിരുന്നു. 4 ദിവസം. വാ അകത്തേക്ക് ഇരിക്കാം. മാളുവിന്റെ അച്ഛൻ വന്നില്ലേ? ഈ സ്ത്രീ ആരാ? ഭാര്യ കാറോടത്തിന് മരിച്ചില്ലേ, അയാൾ പിന്നെ കെട്ടിയിരിക്കും. ഇവിടെ വരണമെന്ന് ആ കുട്ടിക്ക് തോന്നിയല്ലോ. അതെ അതെ അതെ. കുട്ടി ഇവിടെ വന്നിട്ട് എത്ര നാളായി? എന്നെ തിങ്കളിന്ന് വിളിച്ചാൽ മതി. ശരി, തിങ്കൾ പറ. ഒരു 2 വർഷമാവും. മാളു ഇവിടെ എപ്പോഴാ താമസിച്ചേ? 4 ദിവസം. 4 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സങ്കടമുള്ള ദിവസങ്ങൾ. അതെന്താ അത്ര മോശമായിരുന്നു ഇവിടെ? അതല്ല, മാളു എങ്ങനെ ഇവിടെ എത്തി? എന്റെ അമ്മയ്ക്ക് ഇവിടെ വെച്ച് വലിയൊരു കാറപകടമുണ്ടായി. 3 ദിവസം ആശുപത്രിയിൽ കിടന്നു. 4-ാം ദിവസം അമ്മ പോയി. അച്ഛനും ആശുപത്രിയിലായിപ്പോയി 2-3 ദിവസം. അപ്പോഴാണ് എന്നെ ഇവിടെ ആക്കിയത്. കൂടെയുള്ളത് അമ്മയല്ലേ? അല്ല. മോളു, മോൾക്ക് വൈകുന്നേരം പോകാം. പോരെ? പോകാം മോളെ. പോട്ടെ. മാളു വൈകിട്ട് വരണേ. ഇത് ബഡാഖാനയല്ല, ചോട്ടാഖാന. ആ ഫോട്ടോ പിന്നെ എടുക്കാം. നിങ്ങളും വല്ലതും കഴിക്കാൻ സാർ. രോഹിത്തിന്റെ ഫേവറൽ പാർട്ടി പൂർണ്ണമാകണമെങ്കിൽ ഒരു പാട്ടുകൂടി വേണം. നമ്മുടെ കൊച്ചു പാട്ടുകാരി തിങ്കൾ നിങ്ങൾക്കായി ഒരു പാട്ട് പാടും. ആ
നിന്റെ പാട്ടെല്ലാവർക്കും ഇഷ്ടായി. പക്ഷേ രോഹിത്തിനൊന്നും മനസ്സിലായില്ല. I don't know the meaning, but a nice song. ഇത് ഞങ്ങളുടെ ഉപഹാരം. ആഹാ, ഇത്രയ്ക്കൊക്കെ നിങ്ങൾക്ക് പണം എവിടുന്ന് കിട്ടി? കയ്യിലുണ്ടായിരുന്ന എല്ലാം റോയി, നീയല്ലേ ഇവിടുത്തെ നേതാവ്? വാ, നീയല്ലേ കൈലാസത്തിലെ സീനിയർ മെമ്പർ? ഫോട്ടോ എടുത്തോണേ. Thank you. ഇനി രോഹിത്ത് ഇങ്ങോട്ടൊന്നും വരികയില്ലല്ലേ? ചിലപ്പോ വരുമായിരിക്കും. ആ മാളു ഇന്ന് വന്നില്ലേ, അതുപോലെ. ഹലോ സാർ. ഹലോ, വരൂ. ആ, ഇവന്മാർക്ക് രോഹിത്തിനെ പിരിയാൻ മടി. അവന്റെ അമ്മയെ കാണണമെന്ന് മോഹം. Mummy! ഹലോ. I missed you, dear. Kanakaya? Huh. This is Roy, this is Keshu, Hi, this Roy. is Sabu, and that is Hello, Kutan. Keshu. How are you? Fine. Hi, Kutan.
നീ ഉറങ്ങിയില്ലേ ഇതുവരെ? രോഹിത് അമ്മയുടെ കൂടെ ഉറക്കമായിരിക്കും അല്ലേ അങ്കിൾ? ഉറങ്ങാറായില്ല. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയണ്ടേ? നാളെ അവർക്ക് തിരികെ പോവും ഇല്ലേ? നീ ഉറങ്ങാൻ നോക്ക. വാ. ഹായ്. വാ മോളെ. ആ ഇരിക്കെ. ഇരിക്കെ. മോളും ഇരിക്കേ, ഞാനിപ്പോ വരാം. Quite unexpected. Actually, we are on the way to airport. His daddy will come there. എന്താ ഇതൊക്കെ? My son's shopping for the children. ഓ ഓക്കെ ഓക്കെ. Oh, this is Tingle? Oh, so cute. താങ്ക് യു. This is for you, uncle. ഓ താങ്ക് യു താങ്ക് യു. Tingle. Thank you. Kutan. Sabu. താങ്ക്സ്. Roy. താങ്ക്സ്. Thank you. We have no words to express my gratitude, Major. We shall never forget you and your children. Okay. Open these after we leave. It's our time to go. Okay. His dad has given this for you. ഓ താങ്ക് യു. Bye. Come. ഹാപ്പി ജേണി. ടേക്ക് കെയർ. Bye. Come, dear.
മാമന്റെ പെട്ടി തുറന്നില്ല. ഇനിയുമുണ്ട് ഒരു കൊച്ചുപതി, പേരൊന്നും എഴുതാത്തത്. Please give the packet to Roy. Ask him to return to the teacher. അവൻ നമ്മുടെ അഭിമാനം കാത്തു. റോയ്, നിനക്കൊരു പാഠവും. ആ കവർ കൂടെ തുറക്കാനുള്ളൂ. ഇതൊരു ചെക്കാണ്. 5 ലക്ഷം രൂപയുണ്ട്. ഫോർ കൈലാസം ബോയ്സ് ഹോം.